ഇന്ന് മട്ടൻ കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ വഴറ്റിയിട്ട് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഒരു പിടി വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. എല്ലാം ഇതിൽ ചേർന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മട്ടൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മട്ടൻ കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കിതിലേക്ക് തേങ്ങയും 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, ഒരു 10 അണ്ടിപ്പരിപ്പും കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുക. അരപ്പ് ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് അതിലേക്ക് മല്ലിച്ചപ്പ് അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇവിടെ മട്ടൻ കുറുമ റെഡി ആയിട്ടുണ്ട്. ജെറീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.